യേശുവിൽ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വന്നത് കുറേ പുരുഷന്മാരാണ്. വ്യഭിചാരം എന്നത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യുന്ന പാപമല്ല, ഒരു പുരുഷനും അതിനകത്ത് പങ്കുണ്ട്. ഈ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വന്ന പുരുഷന്മാരിലും പലരും ആ സ്ത്രീയോടൊപ്പം പാപം ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ടും തങ്ങളുടെ പാപങ്ങൾ മറച്ചു വെച്ചിട്ടാണ് സ്ത്രീയെ അവർ കുറ്റം വിധിക്കുന്നത്. കൂടെ പാപം ചെയ്ത പുരുഷനെ അവർ കുറ്റം വിധിക്കുന്നുമില്ല. കടുത്ത അനീതിയാണ് അവർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ചിലപ്പോഴൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തവൻ്റെ നന്മ പറയുന്നതിനേക്കാൾ ഉപരി തിന്മ പറയാൻ, കുറ്റം പറയാൻ നമുക്ക് വലിയൊരു പ്രവണത, താല്പര്യം നമ്മളിലുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ചിലരെ ഒഴിവാക്കുകയും ചിലരെ മാത്രം കുറ്റം പറയുകയും ചെയ്യുന്ന കടുത്ത അനീതിയും നമ്മൾ കാണിക്കാറുണ്ട്. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.